രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. ഏലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യേഹു എവിടെ ഇരിക്കുന്നെന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോക. പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ടെന്ന് അവൻ പറഞ്ഞതിന്, ഞങ്ങളെല്ലാവരിലും വെച്ച് ആരോടെന്ന് യേഹു ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിൻ്റെ യജമാനനായ ആഹാബിൻ്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗൃഹം അശേഷം ഒടിഞ്ഞു പോകണം. ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ ആഹാബ് ഗൃഹത്തെ നെബാത്തിൻ്റെ മകനായ യൊരബയാമിൻ്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിൻ്റെ മകനായ ബേഷയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകുകയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യഹൂദൻ്റെ യജമാനൻ്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിൻ്റെ അടുക്കൽ വന്നത് എന്തിന് എന്ന് ചോദിച്ചു. അതിനവൻ അവരോട്, നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ അവർ, അത് നേരല്ല, നീ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിനവൻ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു. ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തൻ താൻ തൻ്റെ വസ്ത്രമെടുത്ത് കോവണിപ്പടികളിന്മേൽ അവൻ്റെ കാൽക്കൽ വിരിച്ചു കാഹളമൂതി, യേഹു രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യേഹു യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. യോരാമും എല്ലാ ഇസ്രായേലും അരാൻ രാജാവായ ഹസായേൽ നിമിത്തം ഗിലെയാദിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു. അരാൻ രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമ്യർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു. എന്നാൽ യേഹു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് ഇത് അറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേഹു രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹുവിൻ്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട്, ഞാനൊരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം. അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റു ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ലെന്ന് പറയിച്ചു. അവൻ മറ്റൊരുത്തനെ കുതിര പുറത്തയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നെന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹു ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നതെന്ന് പറഞ്ഞു. ഉടനെ യോരാം, രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും താൻ തൻ്റെ രഥത്തിൽ കയറി യേഹുവിൻ്റെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിനായ നാബോത്തിൻ്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. യേഹുവിനെ കണ്ടപ്പോൾ യോരാം, യേഹുവെ, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹു, നിന്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ശുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചും കൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ, ഇത് ദ്രോഹമെന്ന് പറഞ്ഞു. യേഹു വില്ല് കുലിച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ് അവൻ്റെ ഹൃദയം തുളഞ്ഞു മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ട് വീണു. യേഹു തൻ്റെ പടനായകനായ ബിദ്കാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രായേലിനായ നാബോത്തിൻ്റെ നിലത്തിൽ എറിഞ്ഞു കളുക. ഞാനും നീയും ഒരുമിച്ച് അവൻ്റെ അപ്പനായ ആഹാബിൻ്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബോത്തിൻ്റെ രക്തവും അവൻ്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് സത്യമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. അവനെ എടുത്ത് യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞു കളക.
യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗൃഹത്തിൻ്റെ വഴിയായി ഓടിപ്പോയി. യേഹു അവനെ പിന്തുടർന്നു അവനെയും രഥത്തിൽ വെട്ടിക്കളവീനെന്ന് കൽപ്പിച്ചു. അവർ ഇബ്ളയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഗിദ്ദോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. അവൻ്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ അവൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആഹാബിൻ്റെ മകനായ യോരാമിൻ്റെ 11-ാം ആണ്ടിലായിരുന്നു അഹസ്യാവ് യഹൂദയിൽ രാജാവായത്. യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തലചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ, യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൾ തൻ്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ, എൻ്റെ പക്ഷത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ഡന്മാർ പുറത്തേക്ക് വന്നു. അവളെ താഴെ തള്ളിയിടുവീൻ എന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുമരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം, ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവീൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കൈകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങിവെന്ന് അവനോട് അത് അറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിൻ്റെ മാംസം തിന്നുകളയും. അത് ഇസബേലെന്ന് പറവാൻ കഴിയാതോണം ഇസബേലിൻ്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകുമെന്നിങ്ങനെ യഹോവ തിശ്ബിനായ ഏലിയാവ് എന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു.